പൈതൃകത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു സുവർണ അവസരമാണ് കർക്കിടകക്കഞ്ഞി. കർക്കിടകം എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഇന്ന് ആധുനിക സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അസുഖം എന്ന് പറയുന്നത് ക്യാൻസറാണ്. അതും കർക്കിടകവുമായിട്ട് കണക്റ്റഡാണ്. ക്രാബ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും അതിന് പോലും ഒരു പ്രതിവിധിയാണ്. നമസ്കാരം. ഇന്ന് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഒറിജിനലായ ശാസ്ത്രീയമായ കർക്കിടക കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നതാണ്. ആലുവയിൽ നിന്നാണ്. നമുക്ക് സ്വാമിമാരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതെന്നും മനുഷ്യന് എങ്ങനെയാണ് ഇതിന്റെ ഗുണം കിട്ടുന്നതെന്നും നമുക്ക് ഈ കർക്കിടകമായിട്ട് സ്വാമിമാരോട് തന്നെ ചോദിക്കാം. എന്താണ് ഈ കർക്കിടക കഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത്? കർക്കിടക കഞ്ഞി എന്ന് ഉദ്ദേശിക്കുന്നത് കർക്കിടക മാസത്തിൽ എല്ലാ ആൾക്കാരും അവരുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധ രീതിയാണ് കർക്കിടക കഞ്ഞി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔഷധക്കഞ്ഞിയാണ് യഥാർത്ഥത്തിൽ ഇത്. ഔഷധം കഴിച്ച് ശരീരത്തിൻ്റെ ഓജസ്സിനെയും തേജസ്സിനെയും നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആചാരം വളരെ പണ്ട് മുതലേ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും കർക്കിടകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ ആരോഗ്യ സംരക്ഷണം നടത്തണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സ്വാമിക്ക് ഈ കർക്കിടക കഞ്ഞിയായിട്ട് എത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്? ഇതെങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നുപെട്ടത് ഒന്ന് പറയാമോ? നമ്മളുടെ ആശ്രമത്തിൽ ധാരാളം ആൾക്കാർ സന്ദർശകരായി എത്താറുണ്ടായിരുന്നു. അവരിൽ പലർക്കും പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരുന്നു. പലർക്കും പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവരുണ്ട്. പാരമ്പര്യം എങ്ങനെയാണ്, എന്താണ് പാരമ്പര്യം എന്നൊക്കെ പലപ്പോഴും ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. പക്ഷേ പലതിനെക്കുറിച്ചും പറഞ്ഞു കഴിയുമ്പോൾ അവരപ്പം തന്നെ അതിനെക്കുറിച്ച് അങ്ങ് മറന്നു പോകുകയാണ്. പക്ഷേ കാലം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മരുന്ന് കഞ്ഞിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആയുർവേദ മരുന്നുകൾ മനുഷ്യ ശരീരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു കഞ്ഞിക്കൂട്ടായിട്ട് ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്താൽ അത് വളരെ ഫലപ്രദമാകുമല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പാരമ്പര്യ രീതികളിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ഔഷധക്കൂട്ടിന് പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ച് പാക്കറ്റുകളിലാക്കി ആൾക്കാരുടെ കൈകളിൽ എത്തിക്കത്തക്ക രീതിയിൽ ഈ കർക്കിടക കഞ്ഞിക്കൂട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് ആൾക്കാർ പല രീതികളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളൊരു രീതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഉപയോഗിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം അതിനൊരു നോട്ടീസ് മുഖാന്തരം നമ്മൾ എഴുതി ചേർത്ത് കൊടുത്തിട്ടുമുണ്ട്. ആ രീതിയിൽ അവർക്കത് ചെയ്തു കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഒരു 30 വർഷക്കാലമായിട്ട് നമ്മളിത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നേ വരെ ആർക്കും ഇതിൽ മറിച്ചൊരഭിപ്രായം ഇത് കൊള്ളുകയില്ലെന്നോ, ഇത് കഴിക്കാൻ കൊള്ളുകയില്ലെന്നോ, അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടാകുന്നെന്നോ എന്നൊരഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം ഇത് പാരമ്പര്യത്തിൻ്റെ രീതി എന്ന് പറയുന്നത് മനുഷ്യനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, മനുഷ്യൻ്റെ ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ മാത്രം ക്രമപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ്. ഇത് ഏത് രോഗികൾക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം എന്നൊക്കെ കൂടെ വരുന്നത് കൊണ്ട് മിക്കവാറും എല്ലാ ആൾക്കാരും കർക്കിടക മരുന്ന് കഞ്ഞി കഴിക്കുന്നതിന് വളരെ താല്പര്യം കാണിക്കും. അതാണ് ഇതിൻ്റെ നമുക്ക് പ്രചോദനം കൂടെ ആയിട്ടുള്ളത്. ഈ കർക്കിടകത്തിലെ എല്ലാ മനുഷ്യർക്കും, അതായത് കേരളീയർക്കും വിദേശികൾക്കും ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഏത് രോഗികൾക്കും ഇതൊരു സിദ്ധ ഔഷധമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഡയബറ്റീസ് കണ്ടമാനമുണ്ട്. അപ്പം നമ്മൾ ഞവരയരി എന്ന് പറയുന്ന ഒരു ഔഷധ കഞ്ഞിയാണ്. അപ്പം ഏത് രോഗികൾക്കും ഇത് ഔഷധം പോലെ തന്നെ സേവിക്കാവുന്നതാണ്. അവരുടെ അസുഖങ്ങൾ മാറി അവർക്ക് ഇമ്മ്യൂൺ ഉണ്ടാവും, പ്രതിരോധ ശക്തി തീർച്ചയായിട്ടും വർദ്ധിക്കപ്പെടും. അതാണ് ആയുർവേദ സിദ്ധാന്തവും. രോഗം ഒന്ന് ചികിത്സിക്കുന്നതിലുപരി രോഗം വരാതെ നമ്മുടെ ശരീരത്തിന് എങ്ങനെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാം എന്നുള്ളതിനാണ് ഇതിന് നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കർക്കിടക മരുന്ന് കഞ്ഞിയുടെ കിറ്റ്. ഇത് 5 ദിവസത്തേക്കുള്ള കിറ്റാണ്, കൂട്ടാണ് ഇതിനകത്തുള്ളത്. 18ഓളം സ്വാഭാവിക പച്ചമരുന്നുകളും 10ഓളം അങ്ങാടി മരുന്നുകളും ചേർത്തുണ്ടാക്കുന്ന ഈ ആത്രേയ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കർക്കിടക കിറ്റ്. ഇത് നമുക്ക് 5 ദിവസത്തേക്കുള്ള കഞ്ഞി, അതായത് ഏകദേശം 2.5 ലിറ്റർ കഞ്ഞി ഒരു ദിവസം വെക്കാൻ പാകത്തിന് 4 ലിറ്റർ വെള്ളത്തിൽ വേണം ഇത് പാകപ്പെടുത്തിയെടുക്കാൻ. അവസാനം തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാലായിട്ട് ചേർക്കാൻ പറ്റും. ഇങ്ങനെ 5 ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസമോ കഴിക്കാം ഉള്ള കിറ്റുണ്ട്. ഒരു കിറ്റിന് നമ്മളിപ്പം 350 റുപ്യയാണ് ചാർജ് ചെയ്യുന്നത്. പ്ലസ് പോസ്റ്റേജുകൾ വരും. എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ലോകത്തെവിടെയും നമുക്ക് എത്തിച്ചേരാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക്